ഹലോ, അസ്സലാമലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടാ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി വീഡിയോ ആണ്. പിന്നെ എനിക്ക് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ ക്ലാസ്സിന് പോണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ക്ലാസ്സിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 10 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. ഒരു 9:15 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പെരിഞ്ഞത്താണ് കേട്ടോ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഒരു 9:15 ആകുമ്പോൾ ഇറങ്ങാന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെഡി ആയി കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോൾ റെഡി ആവലെല്ലാം കഴിഞ്ഞു. പിന്നെ ബാഗിൽ ബുക്കൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ക്ലാസ്സിന് പോണതിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. അപ്പോൾ ബുക്കൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ അവിടെ കിടന്ന് ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പതുക്കെ പതുക്കെ എല്ലാം എടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് ചായ കുടിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞിട്ട് ഓടുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ. ഇപ്പോൾ വാപ്പയും അവിടെ എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നു ചായ കുടിക്കാനായിട്ട്. അപ്പം ഞാൻ ഒക്കെ മറന്നു പോണ കാരണം ഓരോന്നോരോന്നും വെച്ചിട്ട് അപ്പോൾ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പേന, പെൻസില്, ബുക്ക് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങോട്ട് ബാഗിൽ വെച്ചു. ഇനി വെള്ളം കൂടെ വെക്കാനുള്ളൂ. അപ്പം ആ ബാഗുമ്മേ തന്നെ ഒരു പേഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അത് ഊരിങ്ങാണ്ട് അതിനകത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ബോട്ടിലെടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ചു. അപ്പോൾ വെള്ളം വരാനായിട്ട് ഇങ്ങനെ കുറേ സമയം എടുക്കും. കുറച്ച് ചെറുതായിട്ടാണ് അതിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പം അതും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വെള്ളം നിറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ബാഗിൽ വെച്ചു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സമാധാനമായിട്ട് ചായ കുടിച്ച് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറന്ന് വെച്ച് പോവും. അതാണ് ആ കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്ത് തീർക്കണം. അപ്പം ആ നേരം കൊണ്ട് ഉമ്മ അവിടെ ചായയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെള്ളം ലീക്ക് ആവുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. പക്ഷെ ലീക്ക് ആവണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതെടുത്ത് ബാഗിൽ വെച്ചു. പോവാനായിട്ട് ബാക്കി ഇനിയിപ്പോൾ ഒന്നുമില്ല. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയിട്ട് സമാധാനമായിട്ട് ചായ കുടിക്കാമല്ലോ. അങ്ങനെ ദോശയും ബാജിയായിരുന്നു കേട്ടോ ചായക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വാപ്പ ഓൾറെഡി ചായ കുടിക്കായിരുന്നു. പിന്നെ ചായ കുടിക്കാതിരുന്നപ്പോൾ ഉമ്മ കറി വിളമ്പി തന്നു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം എന്നെ ബസ് സ്റ്റോപ്പ് വരെ വാപ്പ കൊണ്ടാക്കി തരും. സാധാരണ ഞാൻ മുമ്പ് ക്ലാസ്സിന് പോയിരുന്നപ്പോൾ അനിയനാണ് കേട്ടോ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വണ്ടിയിൽ കൊണ്ടാക്കി തരുമായിരുന്നു അവൻ. അവൻ കൊണ്ടാക്കി തരും. അതുപോലെ തിരിച്ച് ഞാൻ ബസ് ഇറങ്ങുമ്പോൾ അവൻ എന്നെ എടുക്കാൻ വരും. പക്ഷേ ഇപ്പം ഞാൻ വിചാരിച്ചു നടന്നു പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നെ വാപ്പയാണ് ഇപ്പോൾ കൊണ്ടാക്കി തരുന്നത് ബസ് സ്റ്റോപ്പ് വരെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് ഡേ ആണെന്ന്. അതായത് റാഷി തിരിച്ച് പോയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ 24-ാം തീയതി റാഷി തിരിച്ച് ഖത്തറിൽ പോയി. അപ്പോൾ റാഷി പോണതിന് മുന്നാണ് എൻ്റെ അഡ്മിഷൻ എടുത്തത്. ഞാൻ പെരിഞ്ഞത്ത് ജിടെക്കിലാണ് കേട്ടോ പഠിക്കുന്നത്. MS ഓഫീസും അഡ്വാൻസ്ഡ് എക്സലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നു ജിടെക്കിലെ. അപ്പോൾ അതിൻ്റേതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കയറി രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് കയറുന്നത്. അപ്പോൾ എന്ത് കോഴ്സിനാണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ പോവാ. പിന്നെ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു കൂട്ട് അവളാണ്. അവളുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ പോണതും. എനിക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാനായിട്ട് ശീലമില്ലല്ലോ. അപ്പം ആ ഫ്രണ്ടിൽ കയറിപ്പോയതാണ് കേട്ടോ അവള്. പിന്നെ മുഖം കാണിക്കാണ്ട് അവളുടെ മുഖം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലിക്കൊല്ലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ എത്തി. പെരിഞ്ഞത്ത് എത്തി. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ പേര് എഴുതിങ്ങായിട്ട് സൈൻ ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഡേ കാരണം ഇത്തിരി നേരത്തെ ചെന്നിട്ടുണ്ടായിരുന്നു. ഒരു 9:45 ആയപ്പോഴത്തേനും എത്തി. അവിടെ ചെന്നപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ഒരു ബേസും കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. നല്ല മിസ്സുമാരായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് അവർ നമുക്ക് ക്ലാസ് എടുത്ത് തന്നുകൊണ്ടിരുന്നത്. ഞങ്ങളിപ്പോൾ 2 ക്ലാസ് കഴിഞ്ഞായിരുന്നു. ആദ്യത്തെ ക്ലാസ്സിൻ്റെ വീഡിയോ ആണ് കേട്ടോ അത്. അതിനുശേഷം പിന്നെ ആഴ്ചയിൽ 3 ദിവസമാണ് എനിക്ക് ക്ലാസ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ബാക്കിയുള്ള കുട്ടികളൊക്കെ വന്നിട്ടാ. പിന്നെ അവിടെ നിറയെ കുട്ടികളായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇതേമാതിരി നമ്മൾ ഇറങ്ങുന്ന ടൈം എഴുതിയിട്ട് സൈൻ ചെയ്യണം. ചെല്ലുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ പേര് എഴുതാൻ നമ്മൾ കയറി ചെന്ന സമയം എപ്പോഴാണോ ആ സമയവും എഴുതുക, എന്നിട്ട് സൈൻ ചെയ്യുക. തിരിച്ച് വരുമ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ക്ലാസ്സിന് വരുമ്പോൾ കറക്റ്റ് ജിടെക്കിൻ്റെ മുന്നിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്.
പക്ഷെ തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് ചായ കുടിക്കാന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ. ഞങ്ങളങ്ങനെ കയറാറില്ല കടകളിലൊന്നും. ഇങ്ങനെ ക്ലാസ് കഴിയാൻ നേരെ വീട്ടിലേക്ക് പോരാ, അങ്ങനെയാണ് പതിവ്. അപ്പോൾ അന്ന് ചുമ്മാ ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി കയറി, ചായയും കുടിച്ച് പഴംപൊരിയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്നു. അപ്പോഴത്തേനും ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറാൻ പോകാനായിട്ട് വീഡിയോ എടുത്തപ്പോൾ ഓളെൻ്റെ കയ്യിന്ന് ഫോൺ മേടിച്ച് വെച്ചു. ഇനി വീഡിയോ എടുത്ത് പോയി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഇടിഞ്ഞ് വീഴണ്ടാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ബസ്സിൽ കയറി ഞാൻ തിരിച്ച് പാലപ്പെട്ടിൽ വന്നിറങ്ങി. അവിടെ വന്നിറങ്ങിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ വാപ്പ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നടക്കാം, എന്നിട്ട് പിന്നെ വാപ്പാനെ വിളിക്കാന്നുള്ള ഇതിലിങ്ങനെ നടന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ റാഷി ഫോൺ ചെയ്തപ്പോൾ പിന്നെ റാഷിനായിട്ട് സംസാരിച്ചിങ്ങായിട്ട് ഇങ്ങനെ നടന്നു. പിന്നെ ഞാൻ വാപ്പാനെ വിളിച്ചില്ല, കുറച്ചല്ലേ പോകാനുള്ളൂ. പിന്നെ റാഷിനെ ഫോൺ ചെയ്തിങ്ങായിട്ട് ഞാനിങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഇക്കയുണ്ട് കേട്ടോ, ഞങ്ങൾക്ക് അറിയുന്ന ഓട്ടോക്കാരനാണ്. ആ ഇക്ക ഓട്ടം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവായിരുന്നു. അപ്പോൾ ആളെൻ്റെ അടുത്ത് ഇറക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഓട്ടോറിക്ഷയിൽ കയറി പോയിട്ട് ഞാൻ അവിടെ ഇറങ്ങി വീട്ടിലെത്തി. അപ്പോൾ നമുക്കറിയുന്ന ഇക്കയാണ്, നമ്മളെല്ലായിടത്തേക്കും ഓട്ടോറിക്ഷ വിളിക്കുന്നത് ആളാണ്. അപ്പോൾ ആളുടെ കൂടെ അവിടെ വന്നിറങ്ങി. അത് കാരണം അധികം നടന്നൊന്നുമില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ ചെന്നപ്പോൾ അവർ നമ്മൾക്കൊരു ബാഗ് തന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവിടുത്തെ സ്റ്റുഡൻസിന് കൊടുക്കും. അപ്പോൾ ആ ബാഗിൽ എന്താണെന്നറിയാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നേരെ ചെന്നിങ്ങായിട്ട് അതാണ് കേട്ടോ ആദ്യം തുറന്നു നോക്കിയത്. ബാഗ് തുറന്നു നോക്കിയിട്ട് അവർ തന്ന ആ ബാഗിനുള്ളിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബുക്കും പേനയാണ് ഉണ്ടാവാന്ന്. എന്നാലും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, അതെന്താണെന്നറിയാനായിട്ടൊരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ നേരെ ചെന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ പിന്നെ ബാഗ് തുറന്നിങ്ങായിട്ട് അതെടുത്തിങ്ങായിട്ട് അത് നോക്കാതായിരുന്നു കേട്ടോ ആ പണി. അപ്പം അതിൽ അവർ പറഞ്ഞ പോലെ തന്നെ 2 നോട്ടീസ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ 2 നോട്ടീസും അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യങ്ങളുള്ളൊരു 2 നോട്ടീസും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കും ഉണ്ടായിരുന്നു. ആ നോട്ട്ബുക്കുമ്മലും ഒരു സെൻറ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു നോട്ട്ബുക്ക് ആയിരുന്നു കേട്ടോ. ഒരു വരയില്ലാത്ത പേജായിരുന്നു. ഒരു നോട്ട്ബുക്കും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പേന ഉണ്ടായിരുന്നു. ആ പേനയിലും അതുപോലെ തന്നെ അവരുടെ സെൻറ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാഗും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയായിരുന്നു കേട്ടോ അവിടുന്ന് കിട്ടിയത്. ഞാൻ ആ പേനയൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് നോക്കുകയാണ്. പേനയിലും കണ്ടില്ലേ ജിടെക് എഡ്യൂക്കേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു സെറ്റായിട്ടാണ് കേട്ടോ അവിടുന്ന് കിട്ടിയത്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ പിന്നെ ഉമ്മാക്കും വാപ്പാക്കൊക്കെ കാണിച്ചു കൊടുത്ത് റാഷിക്ക് ഫോട്ടോ അയച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാനായിരുന്നു. അപ്പോൾ നെയ്ച്ചോറും പരിപ്പ് കറിയും ബീഫ് കറിയും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ ഭക്ഷണം. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. അതായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.